എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഈ ആഴ്ചയിൽ ദൈവം നമ്മെ അത്ഭുതകരമായി വഴി നടത്തുന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഓരോ നിമിഷവും കർത്താവിൻ്റെ കരം നമ്മോടുകൂടെയുണ്ട്. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ചെവി ചായ്ച്ചിരിക്കുന്നു. അഗ്നിജ്വാലക്കൊത്ത കണ്ണ് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മിൽ വരുന്ന മാറ്റങ്ങളാണ് ദൈവം ശ്രദ്ധിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മനോഭാവത്തിന് നമ്മൾ മാറ്റം വരുത്തണം. നമ്മൾ കേൾക്കുന്ന വചനം, നമ്മൾ വായിക്കുന്ന വചനം, നമുക്ക് ദൈവം തരുന്ന വെളിപ്പാടുകൾ, ഇതിനനുസരിച്ച് നമ്മുടെ മനോഭാവത്തെ നമ്മൾ മാറ്റണം. ചീത്ത മനോഭാവമുണ്ട്. അത് പഞ്ചറായ ഒരു ടയർ പോലെയാണ്. ആ മനോഭാവം ഉള്ളവർക്ക് അത് മാറ്റും വരെ മുന്നോട്ട് പോകാൻ കഴിയില്ല. എനിക്കാരുമില്ല, ഞാനൊരു പരാജയമാണ്, എനിക്കൊരു വിജയം കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഈ ഒരു ചിന്താഗതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. മനോഭാവത്തിന് മാറ്റം വരുത്തണം. ആ ചീത്തയായ പഞ്ചർ ആയ ആ ടയർ മാറ്റാതെ ഈ വണ്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കഴുകൻ്റെ മനോഭാവവും മറ്റുള്ള പക്ഷികളുടെ മനോഭാവവും തമ്മിൽ വ്യത്യാസമാണ്. മറ്റുള്ള പക്ഷികൾക്ക് മഴക്കാലം വരുമ്പോൾ, ഇടിമിന്നലുണ്ടാകുമ്പോൾ, കൊടുങ്കാറ്റുണ്ടാകുമ്പോൾ ഓടി ഒളിക്കാൻ ഒരു സ്ഥലം അവർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്നാൽ കഴുകന് ഈ പക്ഷികൾക്കുമൊക്കെ പ്രശ്നങ്ങൾ ഒരുപോലെയാണ്. എന്നാൽ കഴുകൻ്റെ മനോഭാവം വ്യത്യാസമാണ്. കഴുകൻ കൊടുങ്കാറ്റും ഇടിമിന്നലും മഴക്കാറും ഒക്കെ കൂടി ആരംഭിക്കുന്നതിന് മുമ്പേ അവൻ ഉയർന്നു പറന്ന് മഴമേഘങ്ങൾക്ക് മുകളിൽ കയറും. മഴയും കൊടുങ്കാറ്റും എല്ലാം കഴിഞ്ഞിട്ടേ അദ്ദേഹം താഴെ വരും. എല്ലാവർക്കും ഉള്ളത് തന്നെ കഴുകനുമുണ്ട്. എന്നാൽ എല്ലാവരും കടന്നു പോകുന്ന അവസ്ഥയിലൂടെ കഴുകൻ പോകുന്നില്ല. കാരണം കഴുകൻ ദൈവത്തെ കാത്തിരുന്ന് ശക്തിയെ പുതുക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് അവൻ ശക്തിയെ പുതുക്കുന്നു എന്ന് യെശയ്യാവിൽ നമ്മൾ കാണുന്നു. കർത്താവിനെ കാത്തിരിക്കുന്നവരെല്ലാം കഴുകന്മാരെ പോലെയാണ്, ശക്തിയെ പുതുക്കും. എല്ലാ ജീവികളും ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട്. കാക്കയും കാക്ക കുഞ്ഞുങ്ങളും ദൈവത്തിൽ ആശ്രയിക്കുന്നു. സകല ജീവികളും ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്കൊരു കൂട് വേണം. ദൈവമേ, ഞങ്ങൾക്ക് കഴിക്കാൻ ആഹാരം വേണം. ഇതെല്ലാ പക്ഷികളും ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. അവരവരുടെ സൃഷ്ടാവിനെ അറിയുന്നുണ്ട്. അതുകൊണ്ട് കാള തൻ്റെ യജമാനെയും കഴുത തൻ്റെ യജമാൻ്റെ പുൽത്തൊട്ടിയൊക്കെ അറിയുന്നു. എൻ്റെ ജനം എന്നെ അറിയുന്നില്ലെന്ന് യെശയ്യാവ് 1 പറയുന്നു. ഈ ജീവികൾക്കെല്ലാം ദൈവത്തെ അറിയാം. അവരെല്ലാം ദൈവത്തെ വിശ്വസിക്കുന്നവരായിരിക്കാം. നമുക്കതിനെക്കുറിച്ച് അവരുടെ വിചാരങ്ങൾ, നിരൂപണങ്ങൾ അറിയാൻ കഴിവില്ല. എന്നാൽ ദൈവത്തിന് അവരുടെ മനോഭാവം അറിയാം. എന്നാൽ കഴുകൻ മറ്റുള്ള പക്ഷികളെ പോലെയുള്ള ചെറിയ കാര്യങ്ങളല്ല ദൈവത്തോട് ചോദിക്കുന്നു. കഴുകന് പറയാനുള്ളത്, കർത്താവേ, എനിക്ക് ഉയരങ്ങളിൽ പറക്കാനുള്ള ഉയർന്ന ബലമുള്ള ചിറകുകൾ വേണം. അതുകൊണ്ട് ഈ പഴയത് എനിക്ക് വേണ്ട. പഴയ തൂവലുകളെല്ലാം കൊത്തിപ്പെറുക്കി കളഞ്ഞിട്ട് പുതിയ തൂവലുകൾക്ക് വേണ്ടി കാത്തിരിക്കും. മറ്റുള്ള പക്ഷികൾ അവരുടെ തൂവലുകളൊന്നും കൊഴിഞ്ഞു പോകാൻ സമ്മതിക്കാതെ ജീവിതത്തിൻ്റെ അവസാനം വരെ അത് സൂക്ഷിക്കും. എന്നാൽ കഴുകനറിയാം, ഇത് പോയാലും ഇതിലും നല്ലത് എന്നിൽ വരും. 70 വർഷത്തോളം ജീവിച്ചിരിക്കുന്ന ഒരു കഴുകൻ തൻ്റെ 30-40 വർഷത്തിനിടയിൽ അവൻ്റെ എല്ലാ തൂവലുകളും കൊത്തിപ്പറക്കി കളയണമെങ്കിൽ അവന് അതിനുള്ള ജ്ഞാനമുണ്ട്. ഇത് മുഴുവൻ പോയാലും എന്നിൽ പുതിയത് വരുമെന്ന് ഈ കഴുകൻ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതാണ്. എല്ലാവർക്കും അവരവരുടേതായ ജ്ഞാനവും മനോഭാവവും ദൈവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കഴുകൻ ഉയരങ്ങളിൽ പറക്കുന്നത് കൊണ്ട് എല്ലാവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നം കഴുകൻ നേരിടുന്നത് ശക്തി കൊണ്ടാണ്. ദൈവശക്തിയില്ലാതെ പ്രശ്നങ്ങളെ നേരിട്ടാൽ നാം പരാജയപ്പെടും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് കർത്താവിനെ ആരാധിച്ചും പ്രാർത്ഥിച്ചും ബലപ്പെട്ട് വിഷയങ്ങളെ നമുക്ക് നേരിടാം. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. സ്വസ്ഥമായിരിക്ക
മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്കാം. കൂരിരുൾ പാതയിൽ സ്വസ്ഥമായിരിക്കാം. മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്കാം. മനമേ, എൻ മനമേ, നീ സ്വസ്ഥമായിരിക്കാം. എൻ മനമേ, നീ സ്വസ്ഥമായിരിക്കാം. എൻ മനമേ, നീ സ്വസ്ഥമായിരിക്കാം. എൻ മനമേ, നീ സ്വസ്ഥമായിരിക്കാം. കൂരിരുൾ താഴ്വരയിൽ സ്വസ്ഥമായിരിക്കാം. മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്കാം. കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്കാം. മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്കാം. വേറൊന്നിനാലും നീ സ്വസ്ഥമാകില്ല. ക്രിസ്തുവിൽ മാത്രം നീ സ്വസ്ഥമായിടും. മറ്റൊന്നിനാലും നീ സ്വസ്ഥമാകില്ല. ക്രിസ്തുവിൽ മാത്രം നീ സ്വസ്ഥമായിടും. കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്കാം. മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്കാം. കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്കാം. മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്കാം. സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം ഈ പാടുന്ന സമയത്ത് തന്നെ ജനങ്ങളുടെ മേൽ പകരുന്നു. സ്വസ്ഥതയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഏത് കൂരിരുൾ താഴ്വരയിലും ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമുക്ക് സ്വസ്ഥമായിരിക്കുവാൻ കഴിയും. കർത്താവിൽ ആശ്രയിക്കുന്നവർ, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നവർക്കെല്ലാം സ്വസ്ഥമായിരിക്കാൻ കഴിയും. ആ സ്വസ്ഥത ഓരോ വ്യക്തികൾക്കും ഉണ്ടാകട്ടെ. എല്ലാ ഭവനങ്ങളിലും ആ സ്വസ്ഥത ഉണ്ടാകട്ടെ. ഓരോ നിമിഷവും സ്വസ്ഥമായിരിക്കാം. സ്വസ്ഥമായിരിക്കാം. വേറൊന്നിനാലും നീ സ്വസ്ഥമാകില്ല. ക്രിസ്തുവിൽ മാത്രം നീ സ്വസ്ഥമായിടും. മറ്റൊന്നിനാലും നീ സ്വസ്ഥമാകില്ല. ക്രിസ്തുവിൽ മാത്രം നീ സ്വസ്ഥമായിടും. കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്കാം. മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്കാം. കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്കാം. മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്കാം. എൻ മനമേ, നീ സ്വസ്ഥമായിരിക്കാം. എൻ മനമേ, നീ സ്വസ്ഥമായിരിക്കാം. എൻ മനമേ, നീ സ്വസ്ഥമായിരിക്കാം. എൻ മനമേ, നീ സ്വസ്ഥമായിരിക്കാം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം ഏകദേശം അവസാനിച്ചു. പ്രബോധന പുത്രൻ എന്ന അർത്ഥമുള്ള ബർണബാസ്, അപ്പോസ്തലന്മാർ മറുപേര് വിളിച്ച ബർണബാസ്,
അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത്. ബർണബാസ് അദ്ദേഹം തനിക്കുള്ളതെല്ലാം ചിലവാക്കി അല്ലെങ്കിൽ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. ദൈവത്തിനു വേണ്ടി അതുപോലെ ചെലവിട്ടതുകൊണ്ട് ഒട്ടും കുറഞ്ഞു പോകാത്തൊരു മനുഷ്യനായും നമുക്ക് ബർണബാസിനെ കാണാം. ദൈവത്തിന് വേണ്ടി ചെലവാക്കിയത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു കുറവുണ്ടായില്ല. ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ ഒരാൾ വന്നിട്ട്, കർത്താവേ, ഞാൻ നിത്യജീവനെ പ്രാപിക്കാൻ എന്ത് ചെയ്യണം, നല്ല മനുഷ്യനാകാൻ എന്ത് ചെയ്യണം, അങ്ങനെ കുറേ ചോദ്യം ചോദിച്ചപ്പോൾ കർത്താവ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പനെ അമ്മയും ബഹുമാനിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ അത് കൊച്ചുനാൾ മുതലേ പാലിക്കുന്നു. അപ്പോൾ നീ ഒരു പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്കെല്ലാം ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. കർത്താവ് അത് എല്ലാവരോടും പറഞ്ഞിട്ടില്ല. അരിമത്യക്കാരൻ ജോസഫിനോടൊന്നും പറഞ്ഞില്ല. നിക്കോദിമോസ് വലിയ സമ്പന്നനായിരുന്നു, ജോസഫ് വലിയ സമ്പന്നനായിരുന്നു, അവരോട് പറഞ്ഞില്ല. ഇത് എല്ലാവരോടും പറയുന്ന ഉപദേശമല്ല, ഇത് ഒരു ഉപദേശമായിട്ട് എടുക്കരുത്. അത് അവനോട് പറഞ്ഞതാണ്. അപ്പോൾ ഒരാളോട് പറഞ്ഞത് പൊതുവായ ഉപദേശമായിട്ട് എടുക്കരുത്. എന്നാൽ ചില കാര്യങ്ങൾ പൊതുവായിട്ടുള്ള ഉപദേശമാണ്. ഒരു കുരുടനായ മനുഷ്യനോട് നിലത്ത് തുപ്പി ചേറുണ്ടാക്കിയിട്ട് ശീലോഹം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. എന്നാൽ വേറൊരുവൻ വന്നപ്പോൾ നിന്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഓരോ വ്യക്തികളുടെയും മനോഭാവത്തിനും വിശ്വാസത്തിനും അനുസരിച്ച് കർത്താവ് കാര്യങ്ങൾ ചെയ്യും. ബർത്തിമായി എന്ന് പറയുന്ന മനുഷ്യൻ, ദാവീദ് പുത്ര കരുണ തോന്നണമെന്ന് ഉറക്കെ നിലവിളിച്ച് യേശുവിൻ്റെ അടുത്ത് ഓടി വന്നവനാണ്. ഓടി വരുന്നതിനും അവൻ്റെ പുതപ്പ് അവൻ വലിച്ചെറിഞ്ഞു. അവൻ്റെ വിശ്വാസം ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് അവൻ്റെ കണ്ണിൽ ചേറുണ്ടാക്കി, നിലത്തു തുപ്പി ചേറുണ്ടാക്കി, ശീലോഹം കുളത്തിലോ ഏതെങ്കിലും ഒരു കുളത്തിൽ പോയി കഴുകാനൊന്നും കർത്താവിന് പറയേണ്ട ആവശ്യമില്ല. അവൻ റെഡിയാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരുത്തൻ കർത്താവ് ആ വഴി പോയിട്ടും അനങ്ങാതിരിക്കുന്ന ഒരുത്തനാണ്. അവനെ കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചു, ഇവൻ കുരുടനായി പിറന്നത് ഇവൻ്റെ കുഴപ്പമാണോ, ഇവൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കുഴപ്പമാണോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ നമ്മുടെ മുമ്പിൽ അവനെ ദൈവം ഇരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കണ്ണിൽ ചേറുണ്ടാക്കി പൂശി ശീലോഹം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. അങ്ങനെ ആ യാത്രയിലാണ് അവൻ്റെ വിശ്വാസം സജീവമായത്. പിന്നീട് അവനെ ആ പള്ളിയിൽ നിന്ന് പുറത്താക്കിയിട്ടും അവൻ യേശുവിൻ്റെ സന്നിധിയിൽ എത്തുവാനിടയായി. അവൻ യേശുവിനെ വിശ്വസിച്ചു, യേശുവിനെ ആരാധിച്ചു. അപ്പോൾ ആ കുരുടൻ ചെയ്തത്, അവസാനം ചെയ്തത് ബർത്തിമായി ആദ്യം ചെയ്തു. ഇത് രണ്ട് മനോഭാവങ്ങളാണ്. അപ്പോൾ ചില കാര്യങ്ങൾ ചിലരോട് പറയുന്നത് അവരുടെ വിശ്വാസത്തിനൊത്തവണ്ണമാണ്. അത് നമ്മൾ കയറി നമ്മുടെ ജീവിതത്തിലുള്ള ഒരു സിസ്റ്റം ആക്കരുത്. ഒരുത്തനോട് കർത്താവ് പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്, കാരണം നീ പണത്തിൽ ആശ വെച്ചവനാണ്, അതുകൊണ്ട് അത് മുഴുവൻ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. എനിക്ക് തരാനൊന്നും കർത്താവ് പറഞ്ഞില്ല. നിന്റെ മനോഭാവം പണത്തിലാണ്. പണത്തിൽ വളരെയധികം ആശ വെച്ചവനാണ് നീ, അതുകൊണ്ട് അത് നിനക്ക് കണിയാകും. അതുകൊണ്ട് അത് വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കണം. നീ പണത്തിൽ ഭയങ്കര ആഗ്രഹം വെച്ചിരിക്കുന്നത് കൊണ്ട് പണം നിനക്ക് വിഗ്രഹമാണ്, പണം നിന്റെ ദൈവമാണ്. ഞാൻ ഇന്നൊരു വാർത്ത കണ്ടു. 13,300 കോടി രൂപയുള്ള ഒരാൾ വിദേശത്ത്, ഒരു ചെറുപ്പക്കാരൻ വിദേശത്ത് ഗോൾഫ് കളിക്കുമ്പോൾ വാ തുറക്കുമല്ലോ, അപ്പോൾ ഒരു ഈച്ച അകത്ത് കയറി അങ്ങനെ മരിച്ചു. അദ്ദേഹം ചുമച്ചു. ഉടനെ നെഞ്ചിന് വേദനയുണ്ടായി, ആശുപത്രി കൊണ്ടുപോയി. ആർക്കും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 13,300 കോടി രൂപയുള്ള ഒരാൾ എങ്ങനെ മരിച്ചു? പണമുണ്ടായതുകൊണ്ട് പണത്തിന് രക്ഷിക്കാൻ കഴിഞ്ഞോ? വെറും ഒരു ഈച്ച വായെ കയറിയതാണ്. ഇത്രയുള്ള എത്ര കോടി രൂപയുണ്ടെങ്കിലും ഒരു ഈച്ചയിൽ തീരാനുള്ള ജീവിതമേ ഉള്ളൂ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിൽ വിഷമുള്ള ആ ഈച്ച കയറി കാണാം. നമുക്കൊന്നും ഒരു ഗ്യാരണ്ടിയില്ല.
എന്നാൽ തനിക്കുള്ളതെല്ലാം വിറ്റ് യേശുവിൻ്റെ കാലിൽ യേശു പറയാതെ വെച്ച ഒരുവൻ, അവൻ അപ്പോസ്തലന്മാരിൽ അഗ്രഗണ്യനായി മാറി, ശ്രേഷ്ഠനായി മാറി. ഒരു സാധാരണക്കാരനായിരുന്ന ഒരു ശൗലിനെ അപ്പോസ്തലനായ പൗലോസായി മാറാൻ ഏറ്റവും അധികം വിലമുടക്കുന്ന ഒരു അപ്പോസ്തലനായി ദൈവം തന്നെ മാറ്റി. അതുകൊണ്ട് അപ്പോസ്തലന്മാർ അദ്ദേഹത്തെ വിളിച്ചത് പ്രബോധനപുത്രനാണ്. എല്ലാവരെയും എൻകറേജ് ചെയ്യും, ആരെയും നിരുത്സാഹപ്പെടുത്തുകയില്ല. മറ്റുള്ളവരെ ക്ഷീണിപ്പിക്കുന്ന കുറേ പേരുണ്ട്, അത് അവരുടെ ജോലിയാണ്, മറ്റുള്ളവരെ ക്ഷീണിപ്പിക്കുക, മറ്റുള്ളവർക്ക് ക്ഷീണമുണ്ടാക്കുക, മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുക, കളിയാക്കി തമാശ പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരാളെ കൊച്ചാക്കുക എന്നൊക്കെ പറയില്ല, വില കുറഞ്ഞ് കാണിക്കുക. അത് തമാശയല്ല, അതിനെ വിളിക്കുന്ന പരിഹാസമെന്നാണ്. നമുക്കൊരവസരം കിട്ടിയാൽ ഒരാളെ എൻകറേജ് ചെയ്യാൻ, മറ്റുള്ളവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന വാക്കുകൾ പറയാൻ കഴിയുമെങ്കിൽ ആ വാക്ക് ദൈവ സന്നിധിയിൽ വളരെ വിലയേറിയതാണ്. ഇത് അപ്പോസ്തലന്മാർ ഒരുവനെ, അവൻ്റെ പേര് ജോസഫ് എന്നാണ്, അവനൊരു ലേവ്യനാണ്, അപ്പോൾ തന്നെ അവൻ ദൈവഭക്തനാണ്, അപ്പോൾ തന്നെ സഭയിലുള്ള ദൈവദാസന്മാരെ അതുപോലെ ബഹുമാനിക്കുന്നവനാണ്, അവൻ്റെ ഗുണങ്ങൾ പലതാണ്, അപ്പോൾ തന്നെ ദൈവത്തിനു വേണ്ടി എന്തും ത്യജിക്കാൻ മനസ്സുള്ളവനാണ്. അപ്പോസ്തലന്മാരുടെ കാൽക്കൽ ഒരുവൻ കൊണ്ടുവന്നു വെച്ചു. അവന്റെ വിജയം വൻ വിജയമായി. പൗലോസിന് ഒപ്പത്തിനൊപ്പം നിൽക്കാനുള്ള ശേഷിയുള്ളവനായി മാറി. പൗലോസിന്റെ പല മിഷണറി യാത്രയിൽ ശക്തനായ ഒരു അപ്പോസ്തലനായി ബർണബാസ് പ്രയോജനപ്പെട്ടു. അന്ത്യോക്യ സഭയിൽ ചെന്ന് ആ സഭയുടെ ശുശ്രൂഷകനായി. അവന് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു. അവൻ വളരെയധികം മറ്റുള്ളവരെ വളർത്തിയെടുക്കുന്നവനായിരുന്നു. അവന്റെ മനോഭാവം നല്ലതായിരുന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും അധികം ഉയർത്തി എന്ന് പറയുന്നതിൽ ഒരു അതിശയോക്തിയുമില്ല. അതാണ് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 36-37 വാക്യം. ഇന്നലെ നമ്മൾ ചിന്തിച്ചതാണ്, അത് പറയാത്ത കുറെ കാര്യങ്ങൾ ഇന്ന് പറയുന്നെന്ന് മാത്രം. പ്രബോധനപുത്രൻ എന്ന് അർത്ഥമുള്ള ബർണബാസ് എന്ന് അപ്പോസ്തലന്മാർ മറുപേര് വിളിച്ച കുപ്രദ്വീപുകാരനായ ജോസഫ് എന്ന ലേവ്യൻ തനിക്കുള്ള ഉണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ. അപ്പോസ്തലൻ ആയ പൗലോസ് ബർണബാസ് എന്ന് വിളിച്ചതല്ല. പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും ഒരേ സ്വരത്തിൽ ഇദ്ദേഹത്തെ വിളിക്കണമെങ്കിൽ അന്ന് സഭ, ഈ സമയം എത്തിയപ്പോഴേക്ക് സഭ വേദപണ്ഡിതന്മാരുടെ ചരിത്രകാരന്മാരുടെ കണക്ക് വെച്ച് നോക്കിയാൽ ഏകദേശം 60,000-നും 1,00,000-നും ഇടയിൽ ജനമായി. സഭ അതുപോലെ ശക്തിയുള്ളൊരു കൂട്ടമായി മാറി. പുരുഷന്മാർ 6,000 എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം ക്രോസ് ചെയ്തു. സ്ത്രീകളും കുട്ടികളും എല്ലാം കൂടി കൂടിയാൽ 1,00,000-ഓളം പേരുള്ള ആ കൂട്ടത്തിൽ 1,00,000 പേരിൽ ഒരുവൻ. എന്നാൽ അപ്പോസ്തലന്മാരുടെ കണ്ണിൽ പ്രധാന വിഷയം, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ പോകുന്ന സഭയിൽ, നിങ്ങളുടെ സഭയിലെ ലീഡർഷിപ്പിലുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളുടെ മനോഭാവം, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ചുവടുകൾ അവർ തമ്മിൽ നിങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് വലിയ ഭാവിയുണ്ട്. നിങ്ങളുടെ ചർച്ച് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളെക്കുറിച്ച് അവരൊരുമിച്ച് കൂടുമ്പോൾ നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടോ? നിങ്ങളുടെ ചർച്ചിലെ ലീഡർഷിപ്പിലുള്ളവർ നിങ്ങളെ തിരഞ്ഞെടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഗുണങ്ങൾ നിങ്ങളിൽ നിന്ന്, വിശ്വാസത്താൽ നിങ്ങളിൽ നിന്ന് പുറത്തു വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ വഴികൾ തുറക്കാൻ പോവുകയാണ്. ഒരു സഭയിൽ വന്നിരുന്ന് നീണ്ട വർഷങ്ങളായി ഒന്നും ചെയ്യാതെ പോകുന്ന ഒത്തിരി പേരെ എനിക്കറിയാം.
അവർക്ക് വളരെയധികം കഴിവും താലന്തുകളുള്ളവരാണ്. എന്നാൽ ലീഡർഷിപ്പിലുള്ളവർക്ക് അങ്ങനെയുള്ളവരെ കുറിച്ച് ഒരു അഭിപ്രായവുമില്ല. കാരണം അവർ ഒരു സ്ഥാനത്ത് വന്നാൽ ചിലപ്പോൾ അവർ അഹങ്കാരികളാകാം. ഒരു സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ലീഡർഷിപ്പിന് തലവേദനയാകാം. അതുകൊണ്ട് തിക്തമായ അനുഭവങ്ങൾ ഒത്തിരിയുള്ള ലീഡർഷിപ്പിൽ അങ്ങനെയൊക്കെ കയറി വന്നവരാണ് ലീഡർഷിപ്പിലുള്ളവർ. അവർ പറയും വേണ്ട വേണ്ട വേണ്ട, ആ സിസ്റ്ററെ ഒരു കാരണവശാലും എടുക്കരുത്. കൊള്ളാം, നല്ല കഴിവൊക്കെയാണ്, എന്നാൽ വിധേയത്വമുള്ള ആളല്ല. വിശ്വസ്തയോടെ ഒരു കാര്യം ഏൽപ്പിക്കാൻ കഴിയില്ല. ഒരു കാര്യം പറഞ്ഞാൽ അത് നാട് മുഴുവൻ നോട്ടീസ് അടിച്ചതിന് തുല്യമായി മാറും. ആ സ്ത്രീ നമ്മുടെ കൂട്ടത്തിൽ ഇരുന്നാൽ ഒരു കാര്യവും നമുക്ക് രഹസ്യമായി പറയാൻ കഴിയില്ല. ആ ചെറുപ്പക്കാരൻ കൊള്ളാം, ആ അച്ചാൻ മിടുക്കനാണ്, ഭയങ്കര കഴിവാണ്, എന്നാൽ നമുക്ക് പറ്റിയ ആളല്ല. എന്നാൽ ലീഡർഷിപ്പിലുള്ളവരെല്ലാം കൂടി ഒരുമിച്ച് കൂടിയിട്ട് പറയാണ്, ആ ജോസഫ്, ആ കുപ്ര ദ്വീപുകാരനായ ജോസഫ്, അവൻ വ്യത്യസ്തനാണ്. അവൻ മറ്റുള്ളവരെ താങ്ങുന്നവനാണ്, മറ്റുള്ളവർക്ക് കൈത്താങ്ങൽ കൊടുക്കുന്നവനാണ്, മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നവനാണ്. ഏത് ക്ഷീണിച്ചിരിക്കുന്നവനും അവനോട് അല്പസമയം സംസാരിച്ചാൽ ചാർജ് ആകും. അതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കാം. അന്ത്യോക്യ സഭയുടെ പാസ്റ്ററായിട്ട് പോവുകയാണ്. വലിയ ഉണർവുള്ളിടത്തൊക്കെ മെയിൻ ആളായിട്ട് താൻ തീർന്നു. പൗലോസിനെ ഈ ബർന്നബാസ് ഇല്ലാതെ എങ്ങും പോകാൻ മനസ്സില്ല. ചില നാളുകൾ കഴിഞ്ഞ് പൗലോസും ബർന്നബാസും തമ്മിൽ ഒരു ഉഗ്രവാദമുണ്ടായി. വഴക്കുണ്ടായി എന്നല്ല, ആർഗ്യുമെന്റ്സ്, വാദമുണ്ടായി. അങ്ങനെ അവർ രണ്ട് ധ്രുവങ്ങളിലോട്ട് പോയപ്പോൾ മർക്കോസിനെ തെരഞ്ഞെടുത്ത് ബർന്നബാസ് വേറെ വഴിക്ക് പോയി, പൗലോസ് ശീലാസിനെ തെരഞ്ഞെടുത്ത് വേറെ വഴിക്ക് പോയി. വഴക്കുണ്ടായി തല്ലിപ്പിരിഞ്ഞതല്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ. രണ്ടുപേരും പറയുന്നത് കാര്യമാണ്. മർക്കോസ് തീവ്രതയില്ല എന്നാണ് തീവ്രവാദിയായ പൗലോസ് പറയുന്നത്. എന്നാൽ മർക്കോസ് നന്നാക്കി എടുക്കാൻ പറ്റുന്നവനാണ്, അതാണ് ബർന്നബാസ് പറയുന്നത്. രണ്ടും ശരിയാണ്. ബർന്നബാസിന് മർക്കോസിനെ ശരിയാക്കി എടുക്കാൻ അറിയാം. പൗലോസ് വെട്ടൊന്ന് കഷ്ണം രണ്ട് പുറത്താക്കി കളയും. നന്നാകാത്തത് വേണ്ട, തീഷ്ണതയില്ലാത്തത് വേണ്ട. രണ്ടും ദൈവത്തിന് ഇഷ്ടം തന്നെയാണ്. രണ്ടുപേർക്കും വ്യത്യസ്തമായ കൃപയാണ്. തീവ്രതയുള്ളവരെ ചേർത്ത് വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ആത്മീക തീവ്രവാദിയാണ് പൗലോസ്. ബർന്നബാസോ ശാന്തതയോടെ നിന്ന് പിന്മാറിപ്പോയതിനെ നന്നാക്കിയെടുക്കുന്നവന്. അപ്പോസ്തലന്മാർ കുപ്രദ്വീപുകാരനായ ഈ ജോസഫിന് വേറൊരു പേരിട്ടു, ഇവൻ പ്രബോധന പുത്രൻ. മറ്റുള്ളവരെ പണിതെടുക്കും. ഈ ദിവസങ്ങളിൽ ബർന്നബാസുമാർ സഭയിൽ എഴുന്നേറ്റ് വരണം. മറ്റുള്ളവരുടെ വിഷമങ്ങളിലോട്ട് ഇറങ്ങിച്ചെന്ന് ധൈര്യപ്പെടുത്തി ഉൾക്കരുത്തില്ലാത്തവരെ താങ്ങി ശക്തീകരിക്കുന്ന ബർന്നബാസുമാർ എഴുന്നേറ്റ് വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ. ഇന്നത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ആ സാധാരണമായ ഉന്മേഷവും മറ്റുള്ളവരെ കൂടി താങ്ങാനുള്ള ശേഷിയും ഉണ്ടാകട്ടെ. യേശുവിൻ്റെ അടുക്കൽ വന്നവരെല്ലാം ബലപ്പെട്ടതുപോലെ കർത്താവേ, ഇത് കേൾക്കുന്നവരുടെയും ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ ബലപ്പെടുത്തി ചാർജാക്കി എടുക്കാനുള്ള ശേഷി പരിശുദ്ധാത്മാവേ. ബർന്നബാസ് നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവുള്ളവനുമായിരുന്നു എന്ന് വായിക്കും പോലെ ആ ഒരു അളവിലേക്ക് ഞങ്ങളെയും ഒന്ന് ഉദ്ധരിച്ചെടുക്കണമേ. ഇത് കേൾക്കുന്നവരെല്ലാം പണിയുന്നവരായി മാറട്ടെ, ബലപ്പെടുത്തുന്നവരായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതേ മർക്കോസ് വർഷങ്ങൾക്ക് ശേഷം പൗലോസ് പറയാണ്, ഇപ്പോൾ അവൻ എനിക്ക് പ്രയോജനമുള്ളവനാണ്. പ്രയോജനമുള്ളവനാക്കി മാറ്റിയതാരാണ്? ബർന്നബാസ്. അപ്പോൾ പ്രയോജനമില്ലാത്തവരെ പ്രയോജനമുള്ളവനാക്കി മാറ്റുന്ന ബർന്നബാസായി മാറാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങൾ US
കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞതുപോലെ ഹൂസ്റ്റണിലും മിസൗറിയിലും അതുപോലെ വാഷിങ്ടൺ DC-യിലുമായി നടക്കുന്ന പ്രാർത്ഥനകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. US-ലുള്ളവർ, ആ സ്ഥലങ്ങളിലുള്ളവർ, കടന്നു വരാൻ കഴിയുന്നവരെല്ലാം പോസ്റ്ററിൽ കാണുന്ന മീറ്റിങ്ങുകളിൽ കടന്നു വരണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഒരുമിച്ച് കാണാം, പ്രാർത്ഥിക്കാം. നാളെ ഇതേ സമയത്ത് ജീസസ് എവരിഡേയിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. മാത്രമല്ല പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥന രാവിലെ 10:30-ക്കുണ്ട്. എല്ലാവരും കടന്നു വരാൻ ആവശ്യപ്പെടുന്നു. ഗോഡ് ബ്ലെസ് യു.